ബലഹീനരാണ്, പാപികളാണ്. മനുഷ്യരായതിനാൽ നമ്മൾ ബലഹീനരാണ്, പാപികളാണ്. മനുഷ്യന്റെ നേച്ചർ എന്ന് പറയുന്നത് ഈ സസ്യം അതിന്റെ സൂര്യപ്രകാശം, നമ്മളെ ഒരു ഇരുട്ടിൽ ഒരു സസ്യം വെച്ച് കഴിഞ്ഞാൽ അത് സൂര്യപ്രകാശത്തിലേക്ക് അത് സൂര്യപ്രകാശം തേടി പോകുന്നത് പോലെ മനുഷ്യന്റെ ബേസിക് നേച്ചർ എന്ന് പറയുന്നത് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുക. നമുക്ക് ഈ കടൽക്കരയിലൂടെ കായൽ തീരങ്ങളിലൂടെ പോകുമ്പോൾ ഈ തെങ്ങ് സൂര്യപ്രകാശത്തിലേക്ക് ചാഞ്ഞിരിക്കുക, ചരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ മനുഷ്യന്റെ ബേസിക് നേച്ചറാണ് തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുക. കാരണം എന്താണ്? തിന്മ ചെയ്യാനായിട്ട് എളുപ്പമാണ്. തിന്മ നൈമിഷികമായ സുഖങ്ങൾ നമുക്ക് തരും. ആലോചിച്ച്, നൈമിഷികമായ സുഖങ്ങൾ തിന്മ തരുന്നത് കൊണ്ടാണ് തിന്മ ചെയ്യാൻ എളുപ്പമായിരിക്കുന്നത്. ആലോചിച്ച്, 2-3 പേര് ചേർന്ന് പരദൂഷണം പറയുന്നു, രണ്ടുപേരും കുറ്റം പറയും. എന്ത് എളുപ്പമാണ്, ഞാൻ എൻ്റെ ഭാഗം കൊടുക്കുന്നു, അവരുടെ ഭാഗം ഇടുന്നു, അങ്ങനെ നമ്മൾ ഒരുമിച്ച് സന്തോഷിക്കുന്നു, ചിരിക്കുന്നു. അതൊരു തെറ്റാണ്. അത് തെറ്റ് ചെയ്യുന്നതിന് വളരെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ നന്മ ചെയ്യാനായിട്ട്, വിശുദ്ധിയിലായിരിക്കാനായിട്ട് ഒരു എഫേർട്ട് നമ്മളുണ്ടാകും. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തുടക്കം നമ്മൾ ഇട്ടാൽ മാത്രമേ നന്മയിലേക്ക്, വിശുദ്ധിയിലേക്ക് നമുക്ക് ജീവിക്കാൻ സാധിക്കൂ. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് തിന്മയിലായിരിക്കാനല്ല, നന്മ ചെയ്യാനും വിശുദ്ധിയിൽ ജീവിക്കാനുമാണ് തമ്പുരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിലായിരിക്കുമ്പോഴും ഓരോ നിയോഗങ്ങളോടെ ആയിരിക്കുമ്പോഴും ആരോടെങ്കിലും വിദ്വേഷവും വെറുപ്പൊക്കെ നമ്മൾ ചെയ്ത് വന്നിട്ടുണ്ടാകും. ചെറിയ മുറിവുകൾ പലരും തന്നിട്ടുണ്ടാകാം. അവരോടൊക്കെ ആത്മാർത്ഥമായി ക്ഷമിക്കാൻ, ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി ബലി അർപ്പിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഓരോ ബലിക്കും ഓരോ നിയോഗമാണ്. 2 നിയോഗങ്ങളാണ് ഒരു ബലിക്കുണ്ടാകുക. ഒന്ന്, ഈ സമൂഹത്തിന്റെ മുഴുവൻ നിയോഗങ്ങൾ ഒരു നിയോഗം ഉണ്ടാകും. 2, ഓരോ വ്യക്തിക്കും ഓരോ നിയോഗം. ആ നിയോഗത്തിന് നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ, എന്നെ വേദനിപ്പിച്ച എന്റെ വ്യക്തി, ഞാൻ കൂടെ കരുതുമെന്ന് കരുതിയ, അല്ലെങ്കിൽ എന്റെ കൂടെ കാണുമെന്ന് കരുതിയ ഈ വ്യക്തി, അവന് വേണ്ടി, അവൾക്ക് വേണ്ടി ഈ ബലി ഞാൻ സമർപ്പിക്കുന്നു. എന്ത് അനുഗ്രഹമാണ്! ദേവാലയം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ശാന്തത അനുഭവിക്കാനാണ്, സമാധാനം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ എന്താ സംഭവിക്കും? നമ്മൾ ആ വ്യക്തിയെ ഓർക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, ദേവാലയത്തിൽ വരുന്നു, ഇതുപോലെ തിരിച്ചു പോകും. ദേവാലയത്തിൽ വരുന്നു, പിന്നെ യാന്ത്രികമായി പലപ്പോഴും നമ്മുടെ ദേവാലയത്തിലേക്കുള്ള യാത്രകൾ മാറിപ്പോകും. അങ്ങനല്ല, നമ്മൾ ഈ ദേവാലയത്തിൽ ദൈവത്തെ കണ്ടുമുട്ടി തിരികെ പോകുമ്പോൾ, ദൈവവുമായി ദൈവത്തെ സ്വീകരിച്ച് നമ്മൾ തിരികെ പോകുമ്പോൾ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്റെ ഈശോയെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ദേവാലയത്തിൽ വന്നിട്ട്? ഞാനായിരിക്കുന്ന എന്റെ വീട്ടില് എന്റെ കുടുംബനാഥന് എന്റെ ജീവിത പങ്കാളിക്ക്, മക്കൾക്ക് ഒരു ചെറു പുഞ്ചിരി പോലും കൊടുക്കാതെ ഈ ദേവാലയത്തിൽ പോയിട്ട് എന്താ കാര്യം? ഇവിടെ വന്ന ആരാധന കൂടി തൊകയിൽ കൂടി തിരിച്ചു പോകുമ്പോൾ അല്പം കൂടെ ഒരു ബെറ്റർ പേഴ്സണായിട്ട് ഞാൻ മാറട്ടെ, അല്പം കൂടെ നന്നായിട്ട് ഞാൻ മാറട്ടെ. ഒരു ചെറിയ, അത് മതി, വേറെ ഒന്നും വേണ്ട. ഒരു ചെറിയ പുഞ്ചിരി, ഇതുവരെ പുഞ്ചിരിക്കാത്ത ഒരു വ്യക്തിയോട് ഒരു ചെറിയ പുഞ്ചിരി നമുക്ക് കൊടുത്താൽ വലിയ മാറ്റങ്ങൾ, വലിയ തുടക്കമാണ്. ആ തുടക്കം കൊടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ദേവാലയം നമ്മൾ ദൈവത്തെ കാണണം. പലപ്പോഴും ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ നമ്മൾ ഈ അവധിക്കാലം കാത്തിരിക്കും വീട്ടിലേക്കൊക്കെ പോകാൻ. എന്തുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക്, നമുക്ക് ദൂരെ പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാകാം, അവരെന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കും? കാരണം വീട്ടിൽ അവരെ കാത്തിരിക്കാൻ ആരൊക്കെയോ ഉണ്ട്. നമ്മെ കാത്തിരിക്കാൻ ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരികെ പോകുക. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ഒന്നും തിരികെ പോകില്ല. നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ സന്തോഷം തോന്നുന്നത് കൊണ്ടാണ് ആരൊക്കെയോ നമ്മെ കാത്ത് വീട്ടിലിരിപ്പുണ്ട്. സ്നേഹം തരുന്ന, വെച്ചു വിളമ്പാൻ ആരൊക്കെയോ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് തിരികെ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ നമ്മെ കാത്തിരിക്കുന്ന ഒരാളാണ്. പലപ്പോഴും നമ്മുടെ ഈ യേശു അപ്പച്ചൻ അറിയുന്നത്, ഇവിടെ വന്ന് നമ്മൾ ഈശോയെ കണ്ടിട്ട് തിരികെ പോകുമ്പോൾ നമ്മൾ ആ സ്നേഹ അനുഭവം കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ഈശോയെ കണ്ടിട്ട് പോകുമ്പോൾ ഈശോയെ കൊടുത്തിട്ട് പിന്നെ ഞാൻ എന്താ കൊടുക്കുക? എന്റെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരു 10 രൂപ ചോദിക്കുന്നവർ കൊടുക്കാൻ പറ്റും. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ